ജന്മദിനം കൊണ്ടാടുന്ന സുലഭ മുഹൂർത്തത്തിൽ നബിയെയും ദീനിനെയും ആസ്പദമാക്കി ഇസ്ലാമിലെ സ്ത്രീ സ്വാതന്ത്ര്യം എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളുമായി രണ്ടു വാക്ക് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈയിടെയായി ഇസ്ലാമിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും തെറ്റിദ്ധരിക്കപ്പെടുന്നതുമായ ഒരു വിഷയമാണ് ഇസ്ലാമിലെ സ്ത്രീ സ്വാതന്ത്ര്യം. നമുക്കറിയാം, ഏത് കാലഘട്ടത്തിലും വർത്തമാനത്തിലും ചരിത്രത്തിലും സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പീഡനങ്ങൾക്കും ചൂഷണങ്ങൾക്കും വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് സ്ത്രീകൾ. എന്നാൽ മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്ലാം സ്ത്രീകൾക്ക് ആദരവ് നൽകുകയും ബഹുമാനം കൊടുക്കുകയും ചെയ്തു. സ്ത്രീകൾ നിങ്ങളുടെ വസ്ത്രവും നിങ്ങൾ അവരുടെ വസ്ത്രവുമാണെന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പല ശാരീരിക വ്യത്യാസങ്ങളുമുണ്ട്. മനക്കരുത്തിലും ബുദ്ധിശക്തിയിലും അതുപോലെ തന്നെ കായിക ശക്തിയിലുമെല്ലാം പുരുഷനൊപ്പം എത്താൻ സ്ത്രീകൾക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവർക്ക് അനുയോജ്യമായ രീതിയിലുള്ള സ്വാതന്ത്ര്യമാണ് ഇസ്ലാം നൽകുന്നത്. അല്ലെങ്കിൽ എന്റെ കഴിഞ്ഞ പാരീസ് ഒളിമ്പിക്സിൽ ആണും പെണ്ണും ഒരുമിച്ച് മത്സരിച്ചില്ല, എന്റെ PT ഉഷയും ഉസൈൻ ബോൾട്ടും ഒരേ ട്രാക്കിൽ ഓടിയില്ല, എന്റെ എതിരെ ഒന്നും ആരും ചോദ്യം ചെയ്തില്ല. ഫെമിനിസ്റ്റുകൾ വാദിക്കുന്നത് പോലെ സർവതന്ത്ര സ്വാതന്ത്ര്യമല്ല ഇസ്ലാം സ്ത്രീകൾക്ക് നൽകുന്നത്. മറിച്ച് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവർക്ക് അനുയോജ്യമായ രീതിയിലുള്ള സ്വാതന്ത്ര്യമാണ് ഇസ്ലാം നൽകുന്നത്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചനാഥന്റെ നിയമങ്ങൾ ചിലപ്പോൾ വർത്തമാന കാലത്തെ അല്പബുദ്ധികൾക്ക് അരോചകമായി തോന്നിയേക്കാം. ഉമ്മാന്റെ കാലടിയിലാണ് സ്വർഗമെന്നാണ് ലോകത്തിന്റെ നായകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ജനിച്ചത് പെൺകുഞ്ഞാണെങ്കിൽ വാമോളെ അമ്പിളി മാമനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി പൊട്ടക്കിണറ്റിലേക്ക് ഇട്ട് കൊന്നിരുന്ന ആ കാട്ടൻ സമൂഹത്തിൽ നിന്നാണ് ഫാത്തിമയുടെ കരളിന്റെ കഷ്ടമാണെന്ന് പ്രവാചകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറഞ്ഞത്. അപമാനമെന്നോതി പെൺകുഞ്ഞു പൂക്കളെ അതിക്രൂര മറമാടി അന്ന് ലോകം, അലിവോടെ അഭിമാനമാർന്ന പൊൻപദവികൾ അന്തസ്സായ മഹിളക്ക് നൽകി ദൂതൻ. കേരളത്തിലെ മഹാകവി സുകുമാർ കക്കോടിന്റെ വാക്കുകളാണിത്. ആ കവി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് പ്രവാചകനും ഇസ്ലാമും സ്ത്രീകൾക്ക് നൽകിയ ബഹുമാനവും സ്വാതന്ത്ര്യവും. സ്ത്രീകൾക്ക് കച്ചവടത്തിലും തന്റെ ഇണയെ തിരഞ്ഞെടുക്കുന്നതിലുമെല്ലാം ഇസ്ലാം സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ ഹദീസുകൾ എഴുതപ്പെട്ടവരുടെ കൂട്ടത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരുണ്ടെങ്കിൽ അതാണ് ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ ആദരവും ബഹുമാനവും. ജനിച്ചത് പെൺകുഞ്ഞാണെങ്കിൽ മുഖം കറുത്തിരുന്ന കാലഘട്ടത്താണ് തന്റെ പെൺമക്കളെ വളർത്തി വലുതാക്കി അവരെ വിവാഹം ചെയ്തു കൊടുത്താൽ അവനക്ക് സ്വർഗമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. തൊലാഖു ഇൽമി വഫരീദത്തുൽ കുല്ലി മുസ്ലിമിൻ എന്ന് പറഞ്ഞ പ്രവാചകനെയാണ് സ്ത്രീലമ്പടൻ എന്ന് വിളിച്ച് ഫാസിസ്റ്റുകൾ ഫെമിനിസ്റ്റുകൾ കളിയാക്കുന്നത്. ഇസ്ലാമിലെ സ്ത്രീകൾക്ക് എന്റെ സ്വാതന്ത്ര്യമില്ല എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നഗ്നത പ്രദർശിപ്പിക്കുന്നതല്ല ഇസ്ലാമിലെ സ്വാതന്ത്ര്യം. ഹിജാബിട്ട സ്ത്രീയേക്കാൾ തന്നെ പട്ടിക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് പറയുന്ന യുക്തിവാദിയോട് തെരുവുകളിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടന്ന് മറ്റു പട്ടികളോട് കുരയ്ക്കുന്നതല്ല ഇസ്ലാമിലെ സ്ത്രീ സ്വാതന്ത്ര്യം. ഒരു മതത്തെക്കാളും ഇസ്ലാം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല. സ്ത്രീകളുടെ നിയമത്തിലും അവകാശത്തിലും സ്വാതന്ത്ര്യത്തിലും എല്ലാം ഇസ്ലാമിനേക്കാൾ സ്ത്രീകൾക്ക് ബഹുമാനം കൊടുക്കുന്ന ഒരു മതവുമില്ല. ഇസ്ലാമിന്റെ നിയമങ്ങൾ കണ്ണടച്ചിരുട്ടാക്കുന്നവർ പറയുന്നത് പോലെ ഹിജാബിനുള്ളിലുള്ളതല്ല ഇസ്ലാമിലെ സ്ത്രീ സ്വാതന്ത്ര്യം. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.